സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 4, 1 മുതൽ 4 വരെ. മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പന് മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ജ്ഞാനികളിൽ ജ്ഞാനിയായ, അഥവാ ദൈവം തന്നെ നേരിട്ട് സ്വർഗീയമായ ജ്ഞാനവും ഭൗതികമായ ജ്ഞാനവും നൽകിയ ശലോമോൻ രാജാവ് എഴുതിയ സുഭാഷിതങ്ങൾ അഥവാ സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 1 മുതൽ 4 വരെ നാം വായിച്ചു കേട്ട വേദഭാഗത്ത് നാം ജീവിച്ചിരിക്കുവാൻ, അതെ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ ആവശ്യമായ ഉപദേശം അഥവാ പ്രബോധനമാണ് കേൾക്കുവാനിടയായത്. ഇവിടെ പ്രത്യേകിച്ച് ആദ്യത്തെ വചനത്തിൽ പറയുന്നത്, ഈ പ്രബോധനം നാം എന്തുകൊണ്ട് പ്രാപിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ്. അത് ഈ പ്രബോധനം എന്തുകൊണ്ട് നാം സ്വീകരിക്കണം, ഈ ഉപദേശം നാം എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആദ്യത്തെ വചനത്തിൽ കാണുന്നത്. അവിടെ പറയുന്നത് വിവേകം പ്രാപിക്കേണ്ടതിന് എന്നാണ്. വിവേകം, അതെ, ഇന്ന് അനേകർക്ക് വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ പലരിലും വിവേകം കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് വിവേകം? വചനം പറയുന്നു, കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനം, ദോഷം വിട്ടകലുന്നതാണ് വിവേകം. അതേ പ്രിയമുള്ളവരെ, ദോഷം വിട്ട് അകന്നു നടക്കുന്ന ആ അനുഭവത്തെ സത്യവേദ പുസ്തകം വിവേകം എന്ന് വിളിക്കുന്നു. വളരെയധികം ജ്ഞാനവും ബുദ്ധിയും മറ്റു ഭൗതിക വിഭവങ്ങളും വിദ്യാഭ്യാസ സംബന്ധമായ ഉന്നതികളും എല്ലാം പ്രാപിച്ചിട്ടും വിവേകം ഇല്ലാത്ത ഒറ്റ കാരണത്താൽ വലിയ പരാജയം സംഭവിച്ച ഒരു കൂട്ടം പേർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കുള്ള ഉപദേശം, ദൈവം നൽകുന്ന പ്രബോധനം, നിങ്ങൾ വിവേകം പ്രാപിക്കണമെന്നുള്ളതാണ്. അതിനായി സൽബുദ്ധി പരിശുദ്ധാത്മാവ് ഉപദേശം നൽകുകയാണ്. ഇത് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്തുകൊണ്ട് നാം വിവേകം പ്രാപിക്കണം? എന്തുകൊണ്ട് ദൈവിക ഉപദേശവും പ്രബോധനവും പ്രാപിക്കണം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞാണ് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നത്. എൻ്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, അതിനാൽ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു വലിയ സമൂഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓരോ ദിവസവും ഒരുപിടി മനുഷ്യർ ഈ ഭൂമിയിൽ നിന്നും അകാലത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഓർക്കുക, ഈ ഭൂമിയിൽ ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശലോമോൻ രാജാവിലൂടെ നമുക്ക് നൽകുന്ന പ്രഭാത സന്ദേശം, നിങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വായിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെ ധ്യാനിച്ച് അത് പ്രമാണിച്ച് അനുസരിച്ച് നിങ്ങൾ ജീവിച്ചു കൊള്ളുക എന്നാണ്, അഥവാ ജീവിച്ചിരിക്കുക എന്നാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം, അഥവാ ഭക്ഷണം കൊണ്ട് മാത്രം
ജീവിക്കുന്നില്ല, ദൈവത്തിൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന മാറ്റമില്ലാത്ത തിരുവചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന്. ഈ തിരുവചനം പ്രമാണിച്ചനുസരിച്ച് ദീർഘായുസ്സോടെ ജീവിച്ചിരിക്കുവാൻ തിരുവചനം ശ്രവിച്ച എല്ലാവർക്കും ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ.